ഓൾമോസ്റ്റ് അല്ല റെഡിയായി. ഹായ്, ദിസ് ഇസ് വിശ്വ. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിയിട്ട് നമ്മുടെ സ്റ്റാൻഡ് കൊണ്ടുള്ള ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം അതൊന്ന് ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചത് എങ്ങനെയാണ്. ഓക്കെ, വാ നമുക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണ് ഈ കാർഡ്ബോർഡ് വെച്ച് ഡാൻസ് കളിക്കുന്നത് ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ. ആക്ച്വലി ഇതിനുള്ളിൽ നമ്മുടെ സ്റ്റാൻഡ് തന്നെയാണ്. അതിന് മുന്നേറ്റ് കുറച്ച് ചടങ്ങുകളുണ്ട്. ട്രാൻസിഷൻ വരുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ തുറക്കുന്നു, പിന്നെ ട്രാൻസിഷനായിട്ട് സ്റ്റാൻഡ് വന്നിരിക്കുന്നു. പക്ഷേ ഇതിന് മുന്നേ ഇതിനെ കീറി മുറിച്ച് പുറത്തെടുത്ത് എല്ലാം പുറത്ത് വലിച്ചിട്ടിട്ട് പിന്നെ റീസെറ്റ് ചെയ്തിട്ട് കാണണം. അപ്പോൾ അത്രയും പരിപാടികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. സോ അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപരിപാടി. ഓക്കെ, എല്ലാ മടിയന്മാർക്കും മടിച്ചവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഞാനും ഒരു മടിച്ചാണ്. നമുക്ക് ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളാണ്. നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, അത് വേണം എന്നുള്ള ആഗ്രഹം കാണും. പക്ഷേ അത് ചെയ്യാനുള്ളൊരു സ്റ്റെപ്പ് എടുക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറല്ല. ഈ മടിയന്മാരുടെ ഒരു മെയിൻ ലക്ഷണമാണത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ടൈം മാനേജ് ചെയ്യുക. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇൻ കേസ് അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യും. ആ റിഗ്രറ്റ് എന്നുള്ള ഫാക്ടർ നമുക്ക് വിഷമമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റും. റിഗ്രറ്റ് നമുക്ക് മറക്കാനും താങ്ങാനും പറ്റാത്തൊരു കാര്യം. അങ്ങനെ ലോകം അടിച്ചാൽ ഞാനൊരു സ്റ്റാൻഡല്ല ഫിക്സ് ചെയ്യുന്നത്. ഞാൻ എന്നെ തന്നെ മോൾഡ് ചെയ്ത് ഫിക്സ് ചെയ്യാണ് ഫോർ മേക്കിംഗ് എ ബെറ്റർ ഫ്യൂച്ചർ. നമ്മുടെ കാരണവന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, നമുക്ക് എളുപ്പം കിട്ടുന്നതിനും പെട്ടെന്ന് കിട്ടുന്നതിനും അത്ര ഒരു രുചിയോ അല്ലെങ്കിൽ ഒരു സ്വാദോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സോ കാണില്ല. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് ആഗ്രഹിച്ച് കിട്ടുന്നതിന് എപ്പോഴും ഒരു പ്രത്യേക സന്തോഷം കാണും. ലൈക്ക് ഐ ഫിക്സ് ദി സ്റ്റാൻഡ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് ഓൾമോസ്റ്റ് അല്ല റെഡിയായി. ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇങ്ങനെയുണ്ട് എൻ്റെ സ്റ്റാൻഡ് ഒരു പോർഷൻ ഡെക്കറേറ്റ് ചെയ്തത്. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പറയണേ. ആക്ച്വലി 2 മണി വരെ ചെയ്തതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.